വഴിതെറ്റിയെത്തിയ തമിഴ്നാട് സ്വദേശിയായ യുവാവിന് തുണയായി മലബാർ എമർജൻസി റെസ്ക്യൂ പ്രവർത്തകർ. കോയമ്പത്തൂർ സ്വദേശിയായ യുവാവിനെയാണ് ചെമ്മാട് മലബാർ എമർജൻസിയുടെ പ്രവർത്തകർ വാഹനത്തിൽ നാട്ടിലെത്തിച്ചത്. മാനസിക വൈകല്യം നേരിടുന്ന യുവാവിനെ ബുധനാഴ്ച രാവിലെയാണ് ചെമ്മാട് സിഖ്യ നഗർ വയലിലെ പ്രാവിൻകൂട്ടിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. മുഷിഞ്ഞ വസ്ത്രങ്ങളോടുകൂടി കണ്ട യുവാവിനോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞെങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചിരുന്നില്ല. തുടർന്ന് മലബാർ എമർജൻസി പ്രവർത്തകരായ നാസർ സിഖ്യ നഗർ, റിയാസ് പൂക്കയിൽ, ഫൈസൽ കക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ യുവാവിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി പുതിയ വസ്ത്രം ധരിപ്പിച്ചു. തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു വിവരങ്ങൾ നൽകി. എന്നാൽ ഇദ്ദേഹത്തിൽ നിന്നും പോലീസിനും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. പിന്നീട് ഇയാളുടെ നാടും വിവരങ്ങളും എഴുതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. കോയമ്പത്തൂർ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയ സന്നദ്ധ പ്രവർത്തകർ അവിടുത്തെ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ സ്വദേശം മനസ്സിലാക്കിയത്. ചെറുപ്പത്തിലെ മാനസിക വൈകല്യം നേരിടുന്ന ഇയാളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടതാണ് എന്ന് കോയമ്പത്തൂർ ആനക്കട്ടി പോലീസ് വിവരമറിയിച്ചു. ഇവിടേക്ക് എത്തിച്ചു നൽകിയാൽ ഏറ്റെടുക്കാമെന്നും ഇവർ അറിയിച്ചു. എന്നാൽ ട്രെയിനിൽ കയറ്റിവിട്ടാൽ അദ്ദേഹം സ്വദേശത്ത് എത്തുമോ എന്നുള്ള ആശങ്കയെ തുടർന്ന് മലബാർ എമർജൻസിയുടെ പ്രവർത്തകർ അവരുടെ വാഹനത്തിൽ ഇദ്ദേഹത്തെ കോയമ്പത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു നൽകുകയായിരുന്നു. സംസാരിക്കുന്നു. ഇവിടെ വന്ന് കുളിപ്പിച്ചു. സർക്കാർ പൈസ അടുത്തുള്ളവരോടൊന്ന് ആളെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഡ്രസ്സെല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം മൂപ്പരെ കൊണ്ട് നമ്മൾ തിരിച്ചു. മൂപ്പരെ പേപ്പർ കൊടുത്തിട്ട് പേര് അഡ്രസ്സ് എഴുതിച്ചു. ആ പേര് അഡ്രസ്സും തമിഴിൽ എഴുതി അത് തെർജ്ജം ചെയ്തിട്ട് നമുക്ക് വേറെ ആൾ തന്നു. ആ അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ കോയമ്പത്തൂർ പോലീസ് സ്റ്റേഷന്, നെട്ടുപ്പാലം പോലീസ് സ്റ്റേഷന്, അതുപോലെ പോത്തന്നൂർ പോലീസ് സ്റ്റേഷൻ, ഈ 3 പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ബന്ധപ്പെട്ടു. കോയമ്പത്തൂർ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് എന്ത് ചെയ്തു, ഒരു കൺട്രോൾ റൂം നമ്പർ തന്ന് ആനക്കെട്ടിയുള്ള അവരുമായി ബന്ധപ്പെട്ട് അവരാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവനെ അഡ്രസ്സ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. ഈ ആ വ്യക്തി ചെറുപ്പം മുതലേ ഓൾറെഡി ഒരു മാനസിക പ്രശ്നമുള്ള ഡിസോർഡറുള്ള ഒരു വ്യക്തിയാണ്. അവിടെ നാട്ടിൽ അവർക്ക് വീടൊന്നുമില്ല. എന്നല്ല, അവർ ഷെഡ് കെട്ടി താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ നാട്ടിലേക്ക് എത്തിക്കാമെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ വ്യക്തിയെ ആനക്കട്ടി സ്റ്റേഷനിലവിടെ എത്തിച്ചെന്നാൽ അവർ ഏറ്റെടുത്തിട്ട് ബന്ധുക്കളെ ഏൽപ്പിച്ചോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഞങ്ങളത് വണ്ടി എടുത്തിട്ട് നമ്മൾ ആംബുലൻസ് എടുത്തിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കാതെ ഏറ്റിട്ടുണ്ട്. അപ്പോൾ കൂട്ടാൻ കൊടുത്ത് കുറച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞങ്ങൾ പറയാനോട് നാട്ടിലേക്ക് വിട്ടെടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബുക്കുണ്ടായിരുന്നു, അതുപോലെ കടുവീസിൽ ഷെഫീഖ്, അങ്ങനെ കുറച്ച് ആളുകളെ കുളിപ്പിക്കാൻ നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. ഡ്രസ്സ് തന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഒരാളെ നമ്മൾ നാട്ടിൽ വന്ന് പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ കൂടി നടത്തി അതായത് വീട്ടിലെത്തിക്കുക എന്നുള്ളത് തന്നെ ഒരു ഏറ്റവും ഉത്തമമായ കാര്യമായിട്ട് കരുതുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടാണ് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാസർ സിഖ്യ നഗർ, ഫൈസൽ കക്കാട്, സദക്കത്തുള്ള ബാബു, റിയാസ് സിഖ്യ നഗർ, റഫീഖ് കക്കാട്, ഫാസിൽ വെളിമുക്ക് എന്നിവരുടെ നേതൃത്വത്തിൽ രാത്രിയോടെ കോയമ്പത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. തിരൂരങ്ങാടി നഗരസഭാ കൌൺസിലർ അയൂബ് തലാപ്പിൽ, വലിയാട്ട് റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരായ സുമനസ്സുകൾ എന്നിവരാണ് വാഹനത്തിന് ആവശ്യമായ ഇന്ധനം അടിക്കുന്നതിനുള്ള തുക നൽകിയത്. രാത്രിയോടെ കോയമ്പത്തൂരിലെത്തിയ സംഘം യുവാവിനെ ഏൽപ്പിച്ചാണ് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional. Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 916. Mobile 9037 917 916.